അങ്ങനെ ഓണത്തിന്റെ ലീവൊക്കെ കഴിഞ്ഞിട്ട് അനിയൻ തിരിച്ചു പോവുകയാണ്. എല്ലാ തവണയും അച്ഛനും അമ്മയും ഞാനും കൂടിയാണ് കൊണ്ടുവിടുന്നത് റെയിൽവേ സ്റ്റേഷനിൽ. അപ്പോൾ ഇത്തവണ അച്ഛൻ വന്നില്ല. അച്ഛന് ചെറിയൊരു പരിക്ക് പറ്റി ബൈക്കിൽ നിന്ന് വീണിട്ട് കാലിലെ തൊലിയൊക്കെ പോയിട്ട് നീരൊക്കെ വന്ന് അങ്ങനെ വയ്യാതിരിക്കുമായിരുന്നു. അതുകൊണ്ട് ഞാനും അമ്മയും കൂടെയാണ് കൊണ്ടുവിടാൻ പോയത്. എൻ്റെ ഇരുത്തങ്ങനിട്ട് അനിയൻ ചോദിക്കുകയാണ്, എന്നാൽ പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ മുകളിൽ കയറി ഒന്ന് ഓടിച്ചൂടെയെന്ന്. വല്ല കാലത്തും കേട്ടോ ഞാൻ ഡ്രൈവ് ചെയ്യുന്നത്. 2-3 ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് വീഡിയോസൊക്കെ റെഡിയാണ്. പക്ഷെ എനിക്ക് വോയിസ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. ഭയങ്കര ചുമയും തൊണ്ടവേദനയൊക്കെ ആയിരുന്നു. ഇത് ഞങ്ങൾ ഓണത്തിന് മാമൻ്റെ വീട്ടിൽ പോയതായിരുന്നു കേട്ടോ. ഉത്രാടത്തിൻ്റെ അന്നും തിരുവോണത്തിൻ്റെ അന്നൊക്കെ മാമൻ്റെ വീട്ടിൽ പോയി എല്ലാവരുമായിട്ട് ഒത്തുകൂടി ഫുഡൊക്കെ കഴിച്ചു. ഓണക്കോടിയൊക്കെ കൊടുത്തു. എനിക്കും കിട്ടിയൊരു കോടി. അങ്ങനെ ചെറിയ രീതിയിലൊന്ന് ആഘോഷിച്ചു. പിന്നെ പുലിക്കളിയുടെ അന്ന് അനിയൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അഭിലാഷും ഫാമിലിയും ഒരു ഫുൾ ഡേ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. കാര്യമായ ആഘോഷങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരുപാട് നല്ല നല്ല മെമ്മറീസ് ഉണ്ടായിരുന്നു ഇത്തവണത്തെ ഓണത്തിന്. പിന്നെ വീട്ടിലും കുറച്ച് പണികളും തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാത്തിൻ്റെയും വീഡിയോസൊക്കെ റെഡിയാണ്. ഞാൻ പുറകെ ചാനൽ ഇടുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ.